ഹായ് ഹലോ എമീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് വെറൈറ്റി പ്ലാന്റ്സിൻ്റെ കോംബോയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാം ഫ്ലവറിങ് വെറൈറ്റീസ് തന്നെയാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുക. ഏതൊക്കെ പ്ലാന്റ്സ് ആണ് വേണ്ടത് അത് ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഓർഡർ കൺഫേം ആക്കി കഴിയുമ്പോൾ തന്നെ അഡ്രസ്സ് കൂടി ഇടാൻ മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ആദ്യമായിട്ട് തന്നെ നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ചൈനീസ് ബോൾസം പ്ലാന്റിൻ്റെ തന്നെ കോംബോയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല ഡാർക്ക് ഓറഞ്ച് കളേഴ്സൊക്കെ ഒന്ന് കാണിക്കുകയാണ് കേട്ടോ. നമ്മളിത് പോട്ടിലെ പ്ലാന്റാണ്. അപ്പോൾ പോട്ടിലെ പ്ലാന്റ് വന്നെടുക്കാൻ താല്പര്യമുള്ളവർക്ക് വന്നെടുക്കാം കേട്ടോ. ഇതെല്ലാം നമ്മൾ അയക്കുന്നത് നമ്മൾ കവറിലെ പ്ലാന്റ്സ് ആയിരിക്കും. അത് നമ്മൾ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. നമ്മൾ അത് കാരണം സ്കിപ്പ് ചെയ്യാതെ ഒന്ന് അവസാനം വരെയായിട്ട് വീഡിയോ കാണുക കേട്ടോ. നിങ്ങൾക്കൊന്ന് ഡൗട്ടില്ലാതെ വന്ന് ഓർഡർ ചെയ്യാൻ പറ്റും വാട്സപ്പിൽ. അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് നല്ല വീഡിയോസൊക്കെ ഇടാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ കളേഴ്സാണ് ഈ കാണിക്കുന്നത്. നല്ല വെരിഗേറ്റഡിൽ തന്നെ വരുന്ന വൈറ്റ്, അതുപോലെ തന്നെ നല്ല ഓറഞ്ച്, ഇതൊക്കെ വെരിഗേറ്റഡ് ഓറഞ്ചാണ് കേട്ടോ വരുന്നത്. നമുക്കല്ലാതെ വരുന്ന ഓറഞ്ചും ഉണ്ട്. ഡബിൾ ഷെയ്ഡ്സ് തന്നെ, ഡബിൾ കളേഴ്സ് തന്നെ നമുക്കൊരു 7-8 കളേഴ്സോളം വരുന്നുണ്ട്. അതിൽ വെരിഗേറ്റഡ് തന്നെ നമുക്ക് 4 കളേഴ്സോളം വരുന്നുണ്ട്. ഇത് നല്ല വെരിഗേറ്റഡ് പിങ്ക്, വെരിഗേറ്റഡ് ഓറഞ്ച്, വെരിഗേറ്റഡ് വൈറ്റ്, അതുപോലെ തന്നെ വെരിഗേറ്റഡ് മജന്ത, അങ്ങനെയാണ് 4 കളേഴ്സ് വരുന്നത്. പിന്നെ സിംഗിൾ കളേഴ്സ് അങ്ങനെയാണ് കേട്ടോ. മൊത്തത്തിൽ 15 ഷെയ്ഡ്സോളം അവൈലബിൾ ആണ്. നമ്മൾ 10 എണ്ണത്തിൻ്റെ കോംബോ ആയിട്ടും 5 എണ്ണത്തിൻ്റെ കോംബോ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. 10 എണ്ണം കൊറിയർ ചാർജ് ഉൾപ്പെടെ 800, 5 എണ്ണം കൊറിയർ ചാർജ് ഉൾപ്പെടെ 450. അപ്പം എല്ലാ വെറൈറ്റീസും കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സിൻ്റെയും നമ്മൾ റേറ്റും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ ഒന്നും ആലോചിക്കാതെ കൺഫ്യൂഷൻ ഇല്ലാതെ വന്ന് ഓർഡർ ചെയ്യാനും പറ്റും. അതുപോലെ എല്ലാ പ്ലാന്റ്സിൻ്റെയും നമ്മൾ അയക്കുന്ന പ്ലാന്റ് സൈസ് കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. ചില പ്ലാന്റ്സ് ഇച്ചിരി ചെറുതായിരിക്കും, അത് കളറിൻ്റെ ഡിഫറൻസ് കൊണ്ടാണ്. ഇതാണ് നമുക്ക് അത്യാവശ്യം വരുന്ന പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത്. ഇത് കവറിലെ പ്ലാന്റ് നിങ്ങൾക്ക് അയക്കുന്ന പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെയാണ് നമ്മുടെ ചൈനീസ് ബോൾസം കോംബോ വരുന്നത്. ഇപ്പം ഓറഞ്ചിലൊരു വൈറ്റ് ഷെയ്ഡൊക്കെ ഇല്ലേ, അതൊക്കെ റെയർ കളേഴ്സാണ്. അതൊക്കെ ഇച്ചിരി സ്ലോ ഗ്രോത്ത് വരുന്നതാണ്. അതൊക്കെ കാണുള്ളൂ. ചെറിയ പ്ലാന്റ്സ് എന്ന് പറയാൻ ഒരു 2-3 വെറൈറ്റീസൊക്കെ കാണുള്ളൂ. ബാക്കിയെല്ലാം അത്യാവശ്യം നിങ്ങൾക്കെല്ലാം തന്നെ നല്ല പ്ലാന്റ്സ് തന്നെ നോക്കിയിട്ടായിരിക്കും സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഒത്തിരി മൂത്തുപോയ പ്ലാന്റ്സ് മേടിക്കുന്നതിനെക്കാട്ടിലും ഒരു മീഡിയം സൈസ് പ്ലാന്റ്സ് മേടിക്കുന്നത് തന്നെയായിരിക്കും കേട്ടോ നല്ലത്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ചൈനീസ് ബോൾസം കോംബോ വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് പെൻഡാസിൻ്റെ കോംബോയാണ് വരുന്നത്. നല്ല അടിപൊളി ഷെയ്ഡ്സ് തന്നെയാണ് ഒത്തിരി പേര് ചോദിച്ചുകൊണ്ടിരുന്ന പ്ലാന്റ്സ്. ഇപ്പം നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നല്ല ഒരു വയലറ്റ് ഷെയ്ഡ്, അതുപോലെ തന്നെ റെഡ്, പിങ്ക്, പിന്നെ ഡാർക്ക് മജന്ത, വൈറ്റ് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. കളർ സെലക്ഷൻ ഒന്നുമില്ല. അപ്പം ഇതൊക്കെയാണ് കളേഴ്സ് വരുന്നത്. വിത്ത് ഫ്ലവർ തന്നെയായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല ഹെൽത്തിയായി നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ്. അതുപോലെ ഇത് നാടൻ വെറൈറ്റി അല്ല, അത്യാവശ്യം നല്ല ബുഷിയായിട്ട് എപ്പോഴും ഫ്ലവർ കാണുന്ന ഒരു വെറൈറ്റി തന്നെയാണ്. അപ്പം ഇത് നമുക്ക് കോംബോ വരുന്നത് 5 കളേഴ്സിൻ്റെ കോംബോയാണ് കേട്ടോ. 5 കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് 450 ആയിരിക്കും. ഇത് കേരളത്തിൻ്റെ അകത്തുള്ള കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള റേറ്റുകളാണ് പറയുന്നത്. തമിഴ്നാട്, കർണാടക നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ്. നമുക്ക് കൊറിയർ ചാർജിന് ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഡെയ്സിയുടെ കോംബോയാണ് വരുന്നത്. ഡെയ്സി 3-4, നേരത്തെ 3 കളേഴ്സായിരുന്നു, ഇപ്പോൾ നമുക്ക് 4 കളേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ കളേഴ്സൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് കളേഴ്സ്. ഡാർക്ക് പിങ്ക്, ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നത്, അതുപോലെ തന്നെ വയലറ്റ്, നല്ല കളേഴ്സാണ് കേട്ടോ. പിന്നെ വരുന്നത് വൈറ്റ്, പിന്നെ നമുക്ക് പുതിയ ഒരു ഷെയ്ഡാണ് ഒരു ഡാർക്ക് മജന്ത. അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റ് തന്നെയാണത്. ഡാർക്ക് മജന്ത, ഇതാണ് ഡാർക്ക് മജന്ത. അപ്പം ഇതിൻ്റെയാണ് 4 കളേഴ്സിൻ്റെ കോംബോ വരുന്നത്. കൊറിയർ ചാർജ് ഉൾപ്പെടെ 350 ആയിരിക്കും. അടുത്തതായിട്ട് നമുക്ക് അസീലിയയുടെ കോംബോയാണ് വരുന്നത്. ഇതൊക്കെയാണ് കളർ ഷെയ്ഡ്സ് വരുന്നത്. ഡാർക്ക് പിങ്ക്, അതുപോലെ തന്നെ പീച്ച് കളറ്, വൈറ്റ്, ഇതൊക്കെ ഒരു പിങ്കിലൊരു വൈറ്റ് ഷെയ്ഡൊക്കെ വരുന്നത്. നമുക്കൊരു 5 ഷെയ്ഡ്സോളം ഒക്കെ അവൈലബിൾ ആണ്.
നമ്മൾ 3 എണ്ണത്തിൻ്റെ കോംബോ ആയിട്ടേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പം ഇത് തന്നെയാണ് പ്ലാൻ സൈസ് വരുന്നത്. ഈ കാണുന്നത് തന്നെ സെയിം സൈസ് ആയിരിക്കും അയക്കുന്നത്. ഇപ്പം പൂക്കൾ ഉണ്ടാവണമെന്നില്ല അയക്കുന്ന സമയത്ത്. എന്നാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ്. അപ്പം 3 എണ്ണം കൊറിയർ ചാർജ് ഉൾപ്പെടെ 350 ആയിരിക്കും ഇൻസൈഡ് കേരള കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള റേറ്റ് വരുന്നത് കേട്ടോ. ഈ സെയിം സൈസ് പ്ലാന്റ്സ് തന്നെയാണ്. അടുത്തതായിട്ട് നമുക്ക് ഡയാന്തസിൻ്റെ കോംബോയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ കാണുന്നതൊക്കെയാണ് ഷെയ്ഡ്സ് വരുന്നത്. വിത്ത് ഫ്ലവർ തന്നെയായിരിക്കും നമ്മൾ അയക്കുന്നത്. എന്നാലേ നമുക്ക് ആ ഒരു 10 ഷെയ്ഡ്സ് അല്ലെ 5 ഷെയ്ഡ്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിന് ചിലതിനൊക്കെ ചില ഡിഫറൻസ് ആയിരിക്കും വരുന്നത്. എന്നാലും അതുകൊണ്ടാണ് അതുമല്ല ഇത് പൂത്ത് നിന്നാൽ ആ പൂ കുറച്ച് നാളിങ്ങനെ നിൽക്കും, പെട്ടെന്നൊന്നും പോകത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് വിത്ത് ഫ്ലവർ തന്നെ നിങ്ങൾക്ക് അയക്കാൻ പറ്റും. അതും ഒരു പൂവായിട്ടല്ല ഇത് വരുന്നത്, ഒരു ബണ്ടിലായിട്ട് തന്നെയാണ് പൂത്ത് അല്ലെങ്കിൽ മുട്ടുകളായിട്ട് വരുന്നത് കേട്ടോ. നമുക്കിത് 10 കളേഴ്സിൻ്റെ കോംബോ വരുന്നത് 550 ആയിരിക്കും. അതുപോലെ തന്നെ 5 കളേഴ്സിൻ്റെ കോംബോ വരുന്നത് 300 ആയിരിക്കും കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നല്ല കളേഴ്സ്. ഡാർക്ക് കളേഴ്സ്, ലൈറ്റ് കളേഴ്സ്, വൈറ്റ്, ലൈറ്റ് പിങ്ക്, അതുപോലെ ലൈറ്റ് പിങ്കിൽ ഷെയ്ഡ് വരുന്നത്, പ്യുവർ പിങ്കായിട്ട് വരുന്നുണ്ട്, റെഡിൽ തന്നെ ഷെയ്ഡ്സ് ആയിട്ട് വരുന്നുണ്ട്. 10 മേളി ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. ഇത് ഒത്തിരി പേര് മേടിക്കുന്ന ചെടിയാണ്, എല്ലാ ടൈമിലും പൂക്കുന്ന ചെടിയാണ്. ഒത്തിരി വലിയ കെയറും കാര്യങ്ങളും ഒന്നും വേണ്ടാത്തതാണ്. ചട്ടി നിറഞ്ഞ് എപ്പോഴും പൂത്ത് നിൽക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഈ ഡയാന്തസ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് വാക്സ് ബിഗോണിയയുടെ കോംബോ വരുന്നതാണ്. നല്ല പൂക്കളുണ്ടാവുന്ന, നമുക്ക് സിറ്റ് ഔട്ടിലും ഹാങ് ചെയ്ത് ഇടാൻ പറ്റുന്ന ഒക്കെ ഒരു വെറൈറ്റി തന്നെയാണ്. എപ്പോഴും പൂക്കൾ കാണുന്നതാണ്. അതുപോലെ നമുക്ക് കട്ടിങ്സ് വെച്ച് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കിപ്പം 3 ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൻ്റെ ആയിരിക്കും കോംബോ ഇതിൻ്റെ തരുന്നത്. 3 എണ്ണം കൊറിയർ ചാർജ് ഉൾപ്പെടെ 300 ആയിരിക്കും റേറ്റ് വരുന്നത്. വിത്ത് ഫ്ലവർ ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത്. ഈ കാണിക്കുന്നതിലും ചിലപ്പോൾ ഇച്ചിരിയും കൂടി വലിപ്പമുള്ളതായിരിക്കും. എന്ന് വെച്ചാൽ ഓരോ ദിവസം കഴിയുന്തോറും പ്ലാന്റ്സിന് വലിപ്പം വരും, വ്യത്യാസം വരും. അപ്പം എന്തായാലും ഇതിൽ തീർത്തും ചെറിയ പ്ലാന്റ്സ് നമ്മൾ അയക്കത്തില്ല. ഇതിലും അയക്കുവാണെങ്കിലും ഈ സൈസ് അല്ലെങ്കിൽ ഇതിൻ്റെ വലിയ സൈസുകളായിരിക്കും കേട്ടോ വരുന്നത്. അപ്പം മേടിച്ചവർക്കൊക്കെ അറിയാം ലാസ്റ്റ് ടൈം. അപ്പോൾ 3 എണ്ണം കൊറിയർ ചാർജ് ഉൾപ്പെടെ 300 ആയിരിക്കും ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് ജെറബറ പ്ലാന്റ്സ് സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സാധാ നോർമൽ വെറൈറ്റി അല്ല, നാടൻ ടൈപ്പ് അല്ല, ഓൾ ടൈം എല്ലാ ടൈമും ഫ്ലവേഴ്സ് കാണുന്നതാണ്. ഒരു ഫ്ലവറായിട്ടൊന്നും അല്ല, അത് നീളത്തിലുള്ള ഫ്ലവറും അല്ല. അത്യാവശ്യം ഒരു മീഡിയം ഹൈറ്റേ ഫ്ലവറിന് വയ്ക്കത്തുള്ളൂ. ഒരു ടൈമിൽ തന്നെ 2-3 മുട്ടുകൾ, 2-3 ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വെറൈറ്റിയാണ്. ഒരു ടിഷ്യൂ കൾച്ചർ വെറൈറ്റി തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമ്മുടെ നഴ്സറികളിലൊക്കെ നല്ല റേറ്റ് വരുന്ന ഒരു പ്ലാന്റാണ്. നിങ്ങൾക്ക് ഈ പ്ലാന്റ് കാണുമ്പോൾ അറിയാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ആ ലീഫൊക്കെ കാണുമ്പോഴേ അറിയാം, ഒരു കേടുപോലും ഇല്ലാതെ, ഒരു ലീഫ് പോലും ചീത്തയായി പോകാത്ത നല്ല വെറൈറ്റി, നല്ല ഫ്രഷ് പ്ലാന്റ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് 3 ഷെയ്ഡ്സിൻ്റെ കോംബോ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അത്യാവശ്യം മുട്ടുകളുള്ള ചെടികൾ നോക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത്. മുട്ടുകൾ നോക്കിയിട്ടായിരിക്കും നമ്മൾ 3 ഷെയ്ഡ്സ് എടുക്കുന്നത്. ആരും ഇന്ന കളറ് വേണം എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്താൽ നമുക്ക് അങ്ങനെ അയക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് 3 എണ്ണം നമ്മൾ കൊറിയർ ചാർജ് ഉൾപ്പെടെ 400 റേറ്റ് എടുക്കുന്നുള്ളൂ. 400-നായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. CC ഉൾപ്പെടെയുള്ള റേറ്റുകളാണ്. ഇതൊക്കെയാണ് കളേഴ്സ് വരുന്നത്. ഇപ്പോൾ കളേഴ്സ് വിരിഞ്ഞതിൽ നിന്ന് നമ്മൾ എടുത്തതാണ് കേട്ടോ. അതിലൊരു നമ്മുടെ മാങ്ങാപ്പഴത്തിൻ്റെയൊക്കെ ഒരു യെല്ലോ വരുന്നുണ്ട്. അതുപോലെ ലൈറ്റ് യെല്ലോ വരുന്നുണ്ട്. അതുപോലെ മെറൂൺ കളറ്, ഓറഞ്ച് കളറ്, അങ്ങനെയൊക്കെയാണ് കേട്ടോ കളേഴ്സ് വരുന്നത്. പീച്ച് വരുന്നുണ്ട്. എല്ലാം നല്ല ഷെയ്ഡ്സാണ്, നല്ല ഹെൽത്തി പ്ലാന്റ്സുമാണ്. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തു, മേടിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും. നല്ല റിവ്യൂ ആണ് കേട്ടോ കിട്ടിയത്. അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യുക കേട്ടോ. പെട്ടെന്ന് തീർന്നു പോകും. ഒരു 100 പേർക്ക് കൊടുക്കാനുള്ള പ്ലാൻസേ കാണുള്ളൂ. അടുത്തതായിട്ട് നമുക്ക് ഈ കാണുന്ന പോയിൻസെറ്റിയ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ഈ ഒരു ടൈമിലാണ് ഈ പ്ലാന്റ്സ് കൂടുതൽ പേര് മേടിക്കുന്നതും നമുക്ക് ഒത്തിരി സെയിലാവുന്നതും. അതുകൊണ്ട് തന്നെ ചെറിയ പ്ലാന്റ്സും വലിയ പ്ലാന്റും ഉണ്ട്. ഈ ചെറിയ പ്ലാന്റ്സ് നമുക്ക് 150 ആയിരിക്കും കേട്ടോ റേറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല റൂട്ടഡും അതുപോലെ ലീഫൊക്കെ കളറ് മാറിയതും തന്നെയാണ് വരുന്നത്. അപ്പം ഒരു 4 വെറൈറ്റീസോളം അവൈലബിൾ ആണ്. വലുത് വരുന്നത് ഈ ഒരു ടൈപ്പ് ഹൈറ്റ് വരുന്നതാണ്, ബ്രാഞ്ചസ് ഒക്കെ ആയത്. ഇതും നമുക്ക് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ്, ഈ കാണുന്നതൊക്കെ നമുക്ക് ഷെയ്ഡ്സ് അവൈലബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ. വലിയ പ്ലാന്റ് വരുമ്പോൾ 240 പ്ലസ് കൊറിയർ ചാർജ് ആയിരിക്കും വരുന്നത്. ചെറിയ പ്ലാന്റ് വരുമ്പോൾ 150 പ്ലസ് കൊറിയർ ചാർജ് ആയിരിക്കും
എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഈസി ആയിട്ട് നമുക്ക് കട്ടിങ് വെച്ച് അടുത്ത ഒരു സീസണിലേക്ക് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾക്കിത് കൂടുതലും ബോർഡറായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ 1-2 പ്ലാന്റ്സ് മേടിച്ചിട്ട് നിങ്ങൾക്ക് പയ്യെ കട്ടിങ്സ് വെച്ച് അടുത്ത ഒരു ടൈമിലോട്ട് നിങ്ങൾക്കിതുപോലെ നല്ല ഇതുപോലെ ലീഫൊക്കെ മാറി നല്ലതാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് മേടിക്കുന്ന ഒരു വെറൈറ്റിയാണ്. അതുപോലെ ഫ്ലവറിനെക്കാട്ടിലും നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട്. ഒത്തിരി നാൾ ഈ ലീഫ് ഇങ്ങനെ തന്നെ നിൽക്കും കേട്ടോ. അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് പോയിൻസെറ്റിയുടെ വലിയ പ്ലാന്റ്സിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. അത്യാവശ്യം ഒത്തിരി വലിപ്പമുള്ളത് നമ്മൾ അയക്കത്തില്ല, എന്ന് വെച്ചാൽ ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ടെന്നാലും നല്ല ബുഷിയായിട്ട് ഈ ഒരു ടൈപ്പ് ഇങ്ങനെ നിൽക്കുന്നതായിരിക്കും വലിയ പ്ലാന്റ്സ് നമ്മൾ അയക്കുന്നത്. അപ്പം പോയിൻസെറ്റിയുടെ അങ്ങനെയാണ് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് നാടൻ ഡാലിയയുടെ കോമ്പോസ് അവൈലബിൾ ആണ്. നാടൻ ഡാലിയ കളേഴ്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വലിയ പ്ലാന്റ് കാണിക്കുന്നത്. ഈ ഒരു സൈസ് നമുക്ക് അയക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു മീഡിയം സൈസ് പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഈ ഒരു സൈസ് അയക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കൊറിയർ ചാർജ് ആകുന്നുണ്ട്. ഒന്നാമത് നല്ല ഹൈറ്റും നല്ല വെയിറ്റും വരും പ്ലാന്റ്സ് അയക്കുമ്പോൾ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഞാൻ കളേഴ്സ് കാണിക്കുന്നതാണ് കേട്ടോ. വേണ്ടവർ ഓർഡർ ചെയ്യുക. അപ്പം നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. നമ്മളൊരു മീഡിയം സൈസ്, ഒത്തിരി ചെറുതുമല്ല ഒത്തിരി വലുതുമല്ലാത്ത പ്ലാന്റ്സ് ആണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അപ്പം 3 എണ്ണത്തിൻ്റെ കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള റേറ്റ് 350 ആയിരിക്കും വരുന്നത്. ഇപ്പം 3 കൂടുതൽ കളേഴ്സ് വേണമെന്നുള്ളവർ വാട്സപ്പ് ചെയ്യുമ്പം ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പം ഇന്നത്തെ വെറൈറ്റി പ്ലാന്റ്സ് ഇതൊക്കെയാണ്. ഈ വെറൈറ്റീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.